ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. തെരുവ് നായ്ക്കൾക്ക് റോഡിൽ ഭക്ഷണം നൽകി നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നതായി പരാതി. തെരുവ് നായ്ക്കൾക്ക് റോഡിൽ ഭക്ഷണം നൽകി നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നതായി പരാതി. കൊണ്ടാഴി പഞ്ചായത്തിൽ ചിറങ്കര നവോദയ റോഡിലാണ് തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണ സാധനങ്ങൾ വഴിയരികിൽ ഇട്ടുകൊടുക്കുന്നത്. ഇങ്ങനെ ഭക്ഷണം കിട്ടുന്നത് കൊണ്ട് തന്നെ ഈ ഭാഗത്തെ തെരുവ് നായ്ക്കളുടെ എണ്ണം വർദ്ധിക്കുന്നതായും രാത്രി കാലങ്ങളിലായി ഇത് വാഹനങ്ങളിൽ പോകുന്നവരെ അപകടത്തിൽപ്പെടുത്തുന്നതായും ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പറയുന്നു. മൃഗസ്നേഹികൾ പഞ്ചായത്തിൽ അറിയിച്ച് ഇവയെ സംരക്ഷിക്കാനുള്ള ഷെൽട്ടർ സംവിധാനം ഒരുക്കാനുള്ള നടപടിയാണ് ഒരുക്കേണ്ടത് എന്നും ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പറയുന്നു. അവർക്ക് തീറ്റാൻ കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് അദ്ദേഹത്തിന് ചോദ്യം. അപ്പോൾ നമുക്ക് ജീവനന്നെ ഭീഷണിയായിട്ടുള്ള ഈ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓൾറെഡി പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും ഒക്കെ അവർ ചെയ്യുന്നുണ്ട്. കാരണം ഷെൽട്ടർ കെട്ടിയിട്ട് നായ്ക്കളെ കൊണ്ടുപോയി ചെയ്യണം. അപ്പോൾ അദ്ദേഹത്തിന് അധികം സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങനെ മൃഗസ്നേഹം തോന്നുന്ന ആളാണ് എന്താ ചെയ്യേണ്ടത്? നാട്ടുകാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിക്ക് അതിനൊരു ഷെൽട്ടർ പഞ്ചായത്തിനോ മുനിസിപ്പാലിറ്റിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കെട്ടിക്കൊടുക്കും. അവിടേക്ക് ആ നായ്ക്കളെ കൊണ്ടുപോയിട്ട് വളർത്തിക്കോട്ടെ, നമുക്കൊരു സങ്കടമില്ല. ഞാൻ ആളോട് പറഞ്ഞു, അനിയൻ്റെ വീട് തൊട്ടപ്പുറത്താണ്, അനിയട്ട് അങ്ങോട്ട് കൊണ്ട് തീറ്റിട്ട് കൊടുത്തു ഞാൻ ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ നല്ല സംസാരം ശരിയല്ല, നീ അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഞാൻ ഇതിൻ്റെ വീഡിയോ എടുത്തിട്ടാണ് ഇന്നലെ നമ്മുടെ ഗ്രൂപ്പിൽ ഇടാൻ കാരണം. അപ്പോൾ നമുക്ക് ജീവന് ഭീഷണിയില്ലാത്തൊരു ലെവലിൽ നമുക്ക് ജീവിക്കണ്ടേ? വീടുകളിൽ വളർത്തുന്നത് പോലെ റോഡിൽ വളർത്തുന്നത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണെന്നും ചെറിയ കുട്ടികൾക്കടക്കം നടന്നു പോവാൻ സാധിക്കാത്ത അവസ്ഥയാണെന്നും ആളുകളുടെ കയ്യിലുള്ള സാധനങ്ങൾ കടിച്ചെടുക്കാനാണ് നായ്ക്കൾ ശ്രമിക്കുന്നതെന്നും ഭയന്ന് നാട്ടുകാർക്ക് ഈ വഴി നടക്കാൻ കഴിയുന്നില്ല എന്നും ആക്ഷേപം ഉയരുന്നു. റോഡിൽ ഭക്ഷണം നൽകുന്നവരും അവരുടെ കുടുംബവും കാറിൽ പോകുന്നവരായതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടില്ല എന്നും ഇത് സാധാരണക്കാരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നതായും ഡ്രൈവർമാർ പറയുന്നു. പട്ടി നായ്ക്കളൊക്കെ എല്ലാവരും നമ്മളൊക്കെ വീട്ടിൽ വളർത്തുന്ന സാധനം തന്നെയാണിത്. അത് നമ്മൾ സംരക്ഷിക്കാൻ കഴിവില്ലാത്തവരിത് റോഡ് സൈഡിൽ വളർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്. ഞാനിന്ന് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഓട്ടോ എടുക്കാൻ പോകുന്ന സമയത്ത് ഒരു സ്ത്രീ ഒരു കവറ് തൂക്കി പിടിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ അതിലെന്തോ ബ്രെഡോ ഇതൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇയാൾ എന്താ ചെയ്യുക വെച്ചാൽ കവറിൽ തൂക്കിയിട്ടാണ് ഇത് സാധനം കൊണ്ടുകൊടുക്കുന്നത്. ഈ പട്ടി നായ്ക്കൾക്ക് അവർക്ക് മനുഷ്യന്മാരെ പോലുള്ള ബുദ്ധിയില്ലല്ലോ. അവരുടെ വിചാരം എന്താ അവർക്ക് തിന്നാനാണെന്നുള്ള ലെവലിൽ ആൾക്കാർ പോകുമ്പോൾ ഈ കവറിൻ്റെ പിന്നാലെ നടന്നിട്ട് പോവുകയാണ്. പേടിച്ചിട്ട് ഒരാൾ നടന്നു വരാൻ പറ്റില്ല. ഈ പറയുന്ന ഈ കൊടുക്കുന്ന വ്യക്തികൾക്ക് കാറിലാണ് പോണത്, അവരുടെ മക്കൾ പോണത് കാറിലാണ്, അവർ പോണത് കാറിലാണ്. ബാക്കി സാധാരണക്കാർ ഈ നടന്നു പോകുന്ന ആൾക്കാർ എന്ത് ചെയ്യും? ഇയാളിത് ചെയ്തോട്ടെ, ആൾക്ക് മൃഗസ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾക്ക് ഇഷ്ടത്തിന് ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്, ആളുടെ വീട്ടിലിത് ചെയ്തോട്ടെ. 3000-ഓളം വിദ്യാർത്ഥികൾ വിവിധ സ്കൂളുകളിലേക്കായി നടന്നു പോകുന്ന റോഡാണിത്. ബന്ധപ്പെട്ട അധികൃതർ ഇതിനൊരു പരിഹാരം കണ്ടെത്തണമെന്നും ഇവർ പറയുന്നു. അതല്ല അതിൻ്റെ ഒരു ലെവല്. ഈ ചെറിയ പിഞ്ചു കുട്ടികളാണ്, ഏതിനേലും കടിച്ച് എന്തെങ്കിലും പറ്റി എന്ത് ചെയ്യും? ഇത് ഒരു വീട്ടിലൊരു കോഴിയെ വളർത്താൻ പറ്റില്ല, ഒന്നിനും വളർത്താൻ പറ്റില്ല. ഇതിപ്പോൾ എല്ലാതും ഇങ്ങനെയുള്ള അത് പിന്നെയും പോട്ടെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലാണ്. ഇതിപ്പോൾ ഈ റോട്ടിൽ കൂടെ നടന്നിട്ട് ഒരാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല വെച്ചാൽ എന്ത് ചെയ്യും? എല്ലാവരും പേടിച്ചിട്ട് ഇപ്പോൾ എല്ലാവർക്കും എന്നും ഓട്ടോറിക്ഷ വിളിച്ചിട്ടോ അല്ലെങ്കിൽ കാറ് വിളിച്ചിട്ട് പോകാൻ പറ്റും. ഈ ചെറിയ കുട്ടികൾ എത്ര കുട്ടികൾ വരുന്നതെന്നറിയോ? 1500-2000 കുട്ടികൾ സെൻതാമതിൽ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ലക്ഷ്മി നാരായണ കോളേജിൽ അതേപോലെ 1000-ൽ കൂടുതൽ കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇവരൊക്കെ പേടിച്ചിട്ട് വണ്ടി വിളിച്ച് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് നടക്കാൻ പറ്റാത്ത നമ്മൾ ജനിച്ചു വളർന്ന നാട്ടിൽ കൂടെ നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ എന്ത് ചെയ്യും? എത്ര കുട്ടികളാണെന്ന് പറയുന്നത്. ഇത് ശരിക്കും ഒരു സ്കൂളുള്ള ദിവസം വന്നു കഴിഞ്ഞാൽ ഒരു കാലത്തോ അല്ലെങ്കിൽ വൈകുന്നേരത്തോ വന്നു കഴിഞ്ഞാൽ ഈ കുട്ടികൾ പറയും അത്രയും ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ ഇത് പോണത്. ഇയാളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ നിയമമുള്ള പറയും. ഇയാൾ കാറിലാണ് പോണത്, ആള് പോണത് കാറിൽ, ആളെ ഭാര്യ പോണത് കാറിൽ, മക്കൾ പോണത് കാറിൽ. ഈ കാറും വണ്ടിയില്ലാതെ നടന്നു പോണ സാധാരണക്കാരെന്താ ചെയ്യുക? ഇതെന്തായാലും അധികാരികൾ എന്തെങ്കിലും ഒരു തീരുമാനത്തിൽ എത്രയും പെട്ടെന്ന് എടുക്കണം. ആൾക്ക് അങ്ങനെ മൃഗസ്നേഹം കാണിച്ചാൽ ആളെ വീട്ടിൽ നടത്തിക്കോട്ടെ.